നാരി ശക്തി നാരികളെ ചേർത്തു നിർത്തുന്നു എന്ന് സ്ഥിരം പല്ലവിയായി കൊണ്ടു നടക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെറും വാചകമടിയാണോ ഈ നടത്തുന്നത് എന്ന് സംശയം തോന്നും നമുക്ക് പലതും കേൾക്കുമ്പോൾ. ഉദാഹരണത്തിന് ഉന്നാവ് സംഭവം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നമുക്ക് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് പ്രജ്വൽ രേവണ്ണയെ പറ്റിയാണ്. അപ്പോൾ പ്രജ്വൽ രേവണ്ണയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ, അതായത് 1976 അശ്ലീല വീഡിയോകൾ പ്രജ്വൽ രേവണ്ണയും സ്ത്രീകളുമായി ഉള്ള വേഴ്ചകളെ പറ്റിയുള്ള അശ്ലീല ദൃശ്യങ്ങൾ കണ്ടെത്തി എന്നാണ് നാം മനസ്സിലാക്കുന്നത്. മാധ്യമങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അത് അവിടെ ഇരിക്കട്ടെ. അതിലേക്ക് വരുന്നതിന് മുൻപ് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുൻപ് നരേന്ദ്രമോദിയോട് ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ ഓർക്കുക. എന്നിട്ടാണ് ഇത് വാചകമടി മാത്രമാണോ എന്ന് ചോദിക്കേണ്ടി. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ഒരിക്കൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോയെ പറ്റി ഒരു കേസ്, ഒരു സ്വകാര്യ വ്യക്തി സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തപ്പോൾ അവിടെ അവതരിപ്പിക്കപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് പുറത്തു വന്ന തെളിവ് 80% ഫണ്ടും, അതായത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, അതായത് പെൺകുട്ടികളെ സംരക്ഷിക്കുക, അവരെ പഠിപ്പിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സ്കീമിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ബജറ്റ് വഴി ചെലവഴിക്കുന്ന ഫണ്ടിന്റെ 80%വും ഈ ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ എന്നുള്ള ആ അനൗൺസ്മെന്റ്, അതായത് ആ പ്രൊപ്പഗാൻഡയ്ക്ക്, ആ പരസ്യത്തിന് മാത്രമാണ് ചെലവഴിക്കുന്നത്. ബാക്കി 20% ഫണ്ടാണ് ആ കുട്ടികൾക്ക് വേണ്ടി, പെൺകുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് എന്നാണ് കണ്ടെത്തിയത്. കോടതി കഠിനമായിട്ട് ശാസിക്കുകയും ചെയ്തിരുന്നു അന്ന്. അതപ്പോ അങ്ങനെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് വേറൊരെണ്ണം ഓർക്കാം. ഉജ്ജ്വൽ പദ്ധതി. 8 കോടിയിലധികം സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് ഗ്യാസ് കണക്ഷൻ കൊടുത്തു. അങ്ങനെ അവരെ ഈ കരിയിൽ നിന്നും പുകയിൽ നിന്നും ഒക്കെ രക്ഷപ്പെടുത്തി അവരുടെ ആരോഗ്യ സംരക്ഷണം, സ്ത്രീകളെ, വനിതകളെ ചേർത്ത് നിർത്തൽ, ഇതൊക്കെയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത് എന്ന് ഓരോ പ്രാവശ്യവും അദ്ദേഹം പൊതുജനത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇങ്ങനെ ആവർത്തിച്ച് ചേർത്ത് നാരി ശക്തി ചേർത്ത് മോദീസ് ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് നിർത്തുന്നു എന്ന് പറയാറുണ്ട്. പക്ഷെ എന്നിട്ട് എന്താണ് സംഭവിച്ചത്? 2014 ഭരണത്തിൽ വന്നപ്പോൾ 435 രൂപയായിരുന്ന ഗ്യാസ്, ഒരു സിലിണ്ടർ 14 കിലോയുടെ ഒരു ഗാർഹിക സിലിണ്ടറിന്റെ വില 1162 രൂപ വരെയാക്കി ഉയർത്തി 10 വർഷക്കാലം കൊണ്ട്. എന്നിട്ട് ഈ 10ാം വർഷം വീണ്ടും ഇലക്ഷൻ വരുമ്പോഴേക്കും അതിനെ കുറച്ച് 900ന്റെ ചുറ്റുവട്ടത്തിലേക്ക് കുറച്ചു കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോഴും ഓർക്കണം, 435 നിന്ന് ഇരട്ടിയിലും എത്രയോ കൂടുതലാണ് ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഫ്രീ ആയിട്ടൊരു ഗ്യാസ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇത്രയധികം വലിയ വില കൊടുത്ത് ഒരു കുറ്റി ഗ്യാസ് വാങ്ങാൻ ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് കഴിയില്ല എന്ന് നരേന്ദ്രമോദിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനാണ് ഈ നാരി ശക്തി എന്ന് പറഞ്ഞ് സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഫ്രീ കണക്ഷൻ കൊടുത്തത്. ആ ഫ്രീ കണക്ഷൻ കൊടുത്തത് അധികവും നമ്മുടെ നാട്ടിൽ തന്നെ പലർക്കും കിട്ടിയ ഫ്രീ കണക്ഷനൊക്കെ കച്ചവടക്കാരോ മറ്റോ അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അവർക്ക്, പാവപ്പെട്ട സ്ത്രീകൾക്ക് അത് പ്രയോഗിക്കാൻ പറ്റുന്നില്ല. അതാണ് അവസ്ഥ. പിന്നെ അതുപോലെ മറ്റൊന്നാണ് എന്താണ് പറയുക, അതായത് ബാങ്ക് അക്കൗണ്ട്. സ്ത്രീകൾക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. നല്ല കാര്യമാണ് സ്ത്രീകൾക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. പക്ഷെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് മോദിജി ഒരു കാര്യം ചെയ്തു. ഇലക്ഷൻ പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ട് 2018-19 എന്ത് ചെയ്തു? ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക്, എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് 3 ഗഡുക്കളായിട്ട് 2000 രൂപ വീതം ഇട്ടുകൊടുത്തു. ശരിയാണ്. അത് ഇപ്പോഴും 6000 രൂപ ഇടൽ ഇപ്പോഴും തുടരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ഷനും പിന്നെ വോട്ട് ജയിച്ചു പോകാനായിട്ട്. അല്ലാതെ അവരെ എങ്ങനെയാണ് ആ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി ആ ബാങ്ക് അക്കൗണ്ടിൽ പണം ഇടത്തക്ക രീതിയിൽ സ്ത്രീകളെ ശാക്തീകരിക്കണമെങ്കിൽ അവർക്ക് തൊഴിൽ സൃഷ്ടിച്ചു കൊടുക്കണം. അങ്ങനെ തൊഴിൽ സൃഷ്ടിച്ചു കൊടുക്കലേ ഇല്ല. ഇവിടെ ഇപ്പൊ നമുക്കറിയാം, എന്താണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ, അതായത് പിന്നെ COVID-19 കാലഘട്ടത്തിൽ
മിക്കവാറും ഇന്ത്യയുടെ നല്ലൊരു ഭാഗം പോപ്പുലേഷൻ മരിച്ചു പോകുമായിരുന്നു. പക്ഷെ അന്നേരം UPA സെക്കൻഡ് ഗവൺമെന്റ് 2013 കൊണ്ടുവന്ന ഫുഡ് സെക്യൂരിറ്റി ആക്ടിന്റെ പിൻബലത്തിൽ സംഭരിച്ച ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും എണ്ണയും പഞ്ചസാരയും എല്ലാവർക്കും ഫ്രീ ആയി കൊടുത്തുകൊണ്ടാണ് ജനതയുടെ മരണത്തിൽ നിന്ന് കോവിഡിൽ നിന്നും രക്ഷപ്പെടുത്തിയെടുത്തത്. അപ്പം അങ്ങനെയുള്ള സ്കീംസ് ഉണ്ട്, അതുകൊണ്ട് രക്ഷപ്പെട്ടു നിൽക്കുന്നു. പക്ഷെ അതേ സമയത്ത് തന്നെ തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നു അടുത്ത കൈസഹായം. തൊഴിലുറപ്പ് പദ്ധതിയിൽ 302 രൂപയായിരുന്നത് 333 രൂപയോ മറ്റോ ആക്കി അതിൻ്റെ ശമ്പളം കൂലി വർദ്ധിപ്പിച്ചു. പക്ഷെ അതുപോലും കേരളത്തില് 3 മണിക്കൂറോ 4 മണിക്കൂറോ വന്ന് ജോലി ചെയ്താൽ ഒരു കൂലി ജോലിക്കാരന് കൊടുക്കുന്നത് 1400 രൂപ വരെയായി ഉയർന്നിരിക്കുന്ന സ്ഥലത്ത് 330 രൂപ എന്ന് പറയുന്നത് തീരെ മോശമായ കൂലിയാണ്, നമ്മൾ ഓർക്കണം. അപ്പം ഈ ഇന്ത്യയിൽ മുഴുവനും അങ്ങനെയാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരു മാന്യമായ മിനിമം കൂലി പോലും ഫിക്സ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു മിനിമം കൂലി പോലും മാന്യമായ രീതിയിൽ ഫിക്സ് ചെയ്തിട്ടില്ലാത്തടത്ത് ചേർത്ത് നിർത്തുന്നു, ഗ്യാരണ്ടി തരുന്നു എന്നൊക്കെ പറയുന്നതിലെ പരിഹാസ്യത, അതാണ് നമ്മൾ ആലോചിച്ചു പോകുന്നത്. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് നിർഭയ കേസ് ഉണ്ടായത്, ഉന്നാവ് സംഭവം ഉണ്ടാകുന്നത്. അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കത്തക്ക രീതിയിലുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ എപ്പോഴും നമുക്കറിയാം, കേരളത്തിലേക്ക് ശ്രീ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി ഈ വർഷം വന്ന സമയത്തൊക്കെ വനിതകളുമായിട്ടുള്ള കൂടിക്കാഴ്ചയുണ്ടായിരുന്നു. അപ്പോൾ വലിയ തൃശ്ശൂരിലൊക്കെ എറണാകുളത്തും ഒക്കെ നടന്ന വലിയ പ്രൊസഷനും ഒക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പോഴൊക്കെ വനിതകളെ ചേർത്ത് പിടിക്കുന്നു എന്നാണ് ഇദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതെല്ലാം തരം കേസസ് ആണ് നമ്മളുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രജ്വൽ രേവണ്ണയുടെ കേസ് എടുക്കുക. നമ്മുടെ ഒരിക്കൽ പ്രധാനമന്ത്രിയായിരുന്ന ദേവഗൌഡയുടെ കൊച്ചുമകനാണ് ഈ പ്രജ്വൽ രേവണ്ണ എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സങ്കടം തോന്നുന്നത്. ഈ സാഹചര്യത്തിൽ, അതായത് രേവണ്ണ മാത്രമല്ല, പ്രജ്വൽ രേവണ്ണയുടെ അച്ഛൻ, അദ്ദേഹവും അവിടെ MLA ആണ്. അദ്ദേഹം എന്താണ് ചെയ്തിരിക്കുന്നത്? അദ്ദേഹം പിന്നെ ദേവഗൌഡയുടെ മകനാണ്. അദ്ദേഹവും ഈ ഒരു അബ്ഡക്ഷൻ കേസിൽ ഇപ്പോൾ ജയിലിലാണ്. അതായത് ജാമ്യമില്ല തരത്തില് ജയിലിൽ കിടക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ പ്രജ്വൽ, അതായത് പൊതുവെ ആഗോള തലത്തിൽ തന്നെ രാഷ്ട്രീയക്കാര്, അതായത് രാഷ്ട്രീയത്തിന്റെ തലപ്പത്തേക്ക് പതുക്കെ നടന്നടുക്കും തോറും അവര് അഹങ്കാരവും അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്നു. അഹങ്കാരം മാത്രമല്ല, മറ്റു പല ദുസ്വഭാവങ്ങളും കൂടി അതിനോടൊപ്പം വരുന്നു. ഇത് മനസ്സിലാക്കി ആഗോള തലത്തിൽ വളർന്നു വരുന്ന ഈ വളരെ നികൃഷ്ടമായ പ്രതിഭാസം, കോവിഡിനേക്കാൾ വളരെ മാരകവും നിന്ദ്യവുമായ പ്രതിഭാസമാണ് ഈ പ്രതിഭാസം. അതുകൊണ്ട് ജെയിംസ് ഓട്ടീസൺ എഴുതിയ ഒരു പുസ്തകം, 2021 പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകം, ആ പുസ്തകത്തിൽ ജെയിംസ് ഓട്ടീസൺ 7 ഡെഡ്ലി എക്കണോമിക് സിൻസ് എന്നാണ് ആ പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത്. 7 മാരക സാമ്പത്തിക പാപങ്ങൾ. അപ്പൊ എന്താണ് ഡെമോക്രസി ആയാലും സ്വേച്ഛാധിപത്യമാണ്, ഏത് തരം ഭരണരീതിയാണെങ്കിലും രാഷ്ട്രീയത്തിൽ ഒരു അധികാരത്തിലേക്ക് എത്തിപ്പറ്റുമ്പോഴേക്കും വ്യക്തികളെ സ്വാധീനിക്കുന്ന, വ്യക്തികളെ വിഴുങ്ങുന്ന നികൃഷ്ടത, ചില സാമ്പത്തിക എന്താ പറയുക പാപങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രൈഡ് അഥവാ അഹങ്കാരം, ഗ്രീഡ് അഥവാ ആർത്തി, ലസ്റ്റ് അഥവാ കാമം. നമ്മുടെ പ്രജ്വലിനെ വിഴുങ്ങിയിരിക്കുന്നത് ഇതെല്ലാം ഉണ്ട്. പക്ഷെ കാമമാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുക വൃത്തികെട്ട സ്വഭാവം എന്ന് തന്നെ നമുക്ക് പറയാം. എൻവി, അസൂയ, ഗ്ലൂട്ടണി, അത്യാർത്തി. പണം എത്ര ഉണ്ടാക്കിയാലും പോരാ, കൂടുതൽ വേണമെന്നുള്ള, അതാണ് ഗ്ലൂട്ടണി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയുമുണ്ട് റാത്ത്, കോപം, തന്നെ പിടിച്ചു നിർത്താൻ വരുന്നവരോട് കോപം കാണിക്കുക. ഇനി അവസാനത്തേത് സ്ലോത്താണ്, അലസത. അപ്പം ജനനന്മയ്ക്ക് വേണ്ടി ജനങ്ങളെ സേവിക്കാൻ എന്നും പറഞ്ഞ് രാഷ്ട്രീയത്തിന്റെ മുൻപന്തിയിലേക്ക് മുത്തശ്ശന്റെ പേര് പറഞ്ഞാകാം, അച്ഛന്റെ പേര് പറഞ്ഞാകാം, ഓരോരുത്തർ കയറി വരുന്നു. അങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ
ഈ 7 മാരക പാപങ്ങൾക്ക് അവർ അടിമകളായിത്തീരുന്നു. അങ്ങനെ 7 പാപങ്ങൾക്ക് അടിമകളായി തീർന്നാൽ മുൻപിൻ നോക്കാതെ അവരുടെ ഇഷ്ടം പോലെ, നമ്മൾ കേരളത്തിൽ അത്തരം ഭരണം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലത്തെ ഭരണമാണ് ഇന്ത്യയിൽ എവിടെ നോക്കിയാലും അവിടെയൊക്കെ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. പലതും പുറത്തു വരുന്നില്ല, ഒളിച്ചു വെക്കപ്പെടുന്നു. അതായത് രാഷ്ട്രീയ എന്താ പറയാ അധികാരം കൊണ്ട്, അധികാരത്തിന്റെ ദണ്ട് ഉപയോഗിച്ച് എന്താണ് ഇതിനെ നിശബ്ദമാക്കി വെക്കുന്നു, അതും അല്ലെങ്കിൽ ഒളിച്ചു വെക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യമാണ് പ്രജ്വൽ രേവണ്ണയെ പറ്റിയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ എത്രയോ നല്ല രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായിരുന്നു, ഇതുപോലുള്ള യാതൊരു വികാരത്തിനും അടിപ്പെടാത്തവര്. സ്വന്തം സ്വത്ത്, അതായത് പിതൃസ്വത്ത് എടുത്ത് രാഷ്ട്രത്തിന് സമർപ്പിച്ചവനാണ് ജവഹർലാൽ നെഹ്റു. ഒരു വടിയും ഒരൊറ്റ മുണ്ടും ധരിച്ചു നടന്ന, അതായത് യാതൊരു സ്വത്തും സ്വന്തമാക്കാത്തവനാണ് മഹാത്മാഗാന്ധി, നമ്മുടെ രാഷ്ട്രപിതാവ്. അതുപോലെ നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ നോക്കിയാലും അതുപോലെ ആദരണീയരായ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാലമായിരുന്നു ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ചരിത്രം അതല്ല നമുക്ക് കാണിച്ചു തരുന്നത്. ഇതുപോലെയുള്ള വികൃത മുഖങ്ങളെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ നമ്മൾ പ്രജ്വൽ രേവണ്ണയിലേക്ക് പോവുകയാണെങ്കിൽ, എന്താ പ്രജ്വൽ രേവണ്ണയെ പറ്റി ഉണ്ടായ കേസ്? പ്രജ്വൽ രേവണ്ണയെ പറ്റി ആദ്യമായിട്ട് പുറത്ത് കൊണ്ടുവന്നത് ജനതാദൾ എസിലെ തന്നെ ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്ന വനിത. ആ വനിത ഈ പ്രജ്വൽ രേവണ്ണയെ അപ്രോച്ച് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? അദ്ദേഹം, അതായത് ഏതാനും പെൺകുട്ടികൾക്ക് ഹോസ്റ്റലിൽ സീറ്റ് ശരിയാക്കി കൊടുക്കണം, ഒന്ന് റെക്കമെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഈ പഞ്ചായത്ത് മെമ്പർ പ്രജ്വൽ രേവണ്ണയെ അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി കാണുന്നത്. അവിടെ വെച്ച് അവൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു. ഇതുപോലെ ബലാത്സംഗം ചെയ്യപ്പെട്ട 276 കേസുകളാണ്, അതിൻ്റെ അശ്ലീല വീഡിയോസ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് പ്രജ്വൽ രേവണ്ണ ജനതാദൾ എസിന് തലവേദനയാകുന്നത്. ജനതാദൾ എസിന് തലവേദനയാകുന്നു എന്ന് മാത്രമല്ല, ഇന്ത്യക്ക് മുഴുവൻ മാനക്കേടാകുന്നു. കാരണം ഒരു കാലത്ത് ഇന്ത്യയെ ഭരിച്ച പ്രധാനമന്ത്രിയുടെ മകന്റെ മകനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് മുഴുവൻ ഇന്ത്യൻ സംസ്കാരത്തെ പറ്റി, ഇന്ത്യൻ സംസ്കൃതിയെ പറ്റി ലോകത്തിന് മുഴുവൻ കിട്ടുന്ന ഒരു വൃത്തികെട്ട ഇമേജ് ആയിരിക്കും പ്രജ്വൽ രേവണ്ണയുടെ. അപ്പൊ ഇത് കഥ പുറത്തു വന്നതോടെ ഇലക്ഷനെ ഫേസ് ചെയ്യാൻ നിവൃത്തിയില്ലാതെ ഇയാള് സ്ഥലം വിടുന്നു, അങ്ങനെ രാജ്യം വിടുന്നു. ദേവഗൌഡയ്ക്ക് ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന വസതിയിൽ വെച്ചാണ്, അതായത് നമ്മുടെ പണ്ടത്തെ പ്രധാനമന്ത്രിയായിരുന്നു എന്നുള്ള പൂർവ്വ പ്രധാനമന്ത്രിക്ക് രാജ്യം അനുവദിച്ചു കൊടുക്കുന്ന ഫ്രീ ആയിട്ടുള്ള സൗകര്യങ്ങൾ, ആ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഇത്ര മലീമസമായ പ്രവർത്തനങ്ങളിലേക്ക് പ്രജ്വൽ പോയത് എന്നതും കൂടി ജെയിംസ് ഓട്ടിസന്റെ വാക്കുകളെ ജാജ്വല്യമാക്കുന്നു. അപ്പൊ എന്നിട്ട് ദേവഗൌഡയുടെ രേവണ്ണയെ കോടതി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഈ 276 വീഡിയോ ദൃശ്യങ്ങൾ പുറത്ത് വിട്ട് കളിക്കാൻ താല്പര്യം കാണും ഒരുപാട് പേർക്ക്, മീഡിയകൾക്കും ഒക്കെ. കാരണം അവരുടെ എന്താ പറയുക, പ്രചരണം കൂടുമല്ലോ അതുകൊണ്ട്. അപ്പൊ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000, നമ്മുടെ IT റവല്യൂഷനൊക്കെ തുടങ്ങുന്ന കാലത്ത് 2000 കൊണ്ടുവന്ന ആക്ടാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. അതിൻ്റെ അനുസരിച്ച് ഇപ്പൊ കോടതി വിലക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എങ്ങനെയാണ് വിലക്ക്? ഇറ്റ് ഈസ് അഡ്വൈസ്ഡ് ടു ദ ജനറൽ പബ്ലിക് ടു ഡിലീറ്റ് ദ വീഡിയോ, ഓഡിയോ, ഫോട്ടോസ് ഫ്രം ദെയർ ഡിവൈസസ് ടു അവോയ്ഡ് ലീഗൽ ആക്ഷൻ. അതായത് ഈ 276 അശ്ലീല വീഡിയോസും പറന്നു കളിക്കാതിരിക്കാൻ വേണ്ടി അതിന്റെ പ്രചാരണം തടയണം. ഒരു കാരണവശാലും അതായത് സ്പ്രെഡ് ചെയ്യാൻ ഇടവരരുത്. മാരക രോഗം പോലെയോ കോവിഡിനേക്കാളോ വലിയ പകർച്ചവ്യാധി പോലെ പകരുന്നതാണ് ഈ 2976 വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് IT പോലീസ് വകുപ്പ് അതിനെ ഇങ്ങനെ തടയണം, അല്ലെങ്കിൽ ലീഗൽ ആക്ഷൻ ഉണ്ടാകുമെന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒറിജിനേറ്റർ, അതായത് ഇപ്പൊ പ്രജ്വലാണ് ഇത്, അല്ലെങ്കിൽ ആരാണ് ഒറിജിനേറ്റർ എന്ന് പറയുന്നത്? ഇങ്ങനത്തെ വീഡിയോസ് സ്പ്രെഡ് ചെയ്യുന്നവര്, പരത്തി സന്തോഷിക്കുന്നവര്, മീൻസ് എ പേഴ്സൺ ഹൂ സെൻസ്, ജനറേറ്റ്സ്, സ്റ്റോഴ്സ് ഓർ ട്രാൻസ്മിറ്റ്സ്. അതായത് ഇത്
എ പേഴ്സൺ ആരാണ് ഒറിജിനേറ്റർ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു സെൻസ്, ഹു ജനറേറ്റ്സ്, ഹു സ്റ്റോഴ്സ് ഓർ ട്രാൻസ്മിറ്റ്സ് എനി ഇലക്ട്രോണിക് മെസ്സേജ് ഓഫ് സച്ച് അബ്ഡക്ഷൻ. ഈ അബ്ഡക്ഷൻ കേസിലെ 1976 അബ്ഡക്ഷൻ കേസിലെ ഏതെങ്കിലും വീഡിയോ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് ലീഗൽ ആക്ഷൻ വഹിക്കേണ്ടി വരും ഉറപ്പായും എന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ് ആ പ്രജ്വൽ രേവണ്ണയെ ഇന്ത്യ വിടാനുള്ള സഹായം ചെയ്തു കൊടുത്തതും ഈ രാഷ്ട്രീയക്കാരൊക്കെ തന്നെയാണ്. അപ്പൊ ഇത്ര വലിയ കുറ്റവാളി രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് അവനവന്റെ മുഖം രക്ഷിക്കുക, അവർ രാഷ്ട്രീയം വഴിയായിട്ട് നേടിയ സമ്പത്തും സൽപ്പേരും ഒക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഏത് കുൽസിത മാർഗങ്ങളും സ്വീകരിക്കാൻ ആർക്കും മടിയില്ലാത്ത ഒരു ലോകത്താണ് നാം എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് വളരെ കൃത്യതയോടുകൂടി അറിയണം. എന്നിട്ട് രാഷ്ട്രീയക്കാരുടെ അടുക്കല് രാഷ്ട്രീയ തിമിരം ബാധിച്ചവർ, അങ്ങനെ എനിക്കത് പറയാൻ പറ്റുള്ളൂ, രാഷ്ട്രീയ തിമിരം ബാധിച്ചത് കൊണ്ടാണല്ലോ 3-4 പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ഒരുക്കി തരണം എന്ന് പറഞ്ഞു ചെല്ലുന്ന ഒരു പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള വനിതയെ മാനഭംഗപ്പെടുത്താൻ ഒരു രാഷ്ട്രീയക്കാരന് കഴിയണമെങ്കിൽ അവൻ തിമിരം ബാധിച്ച രോഗിയാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ സമൂഹം ഒറ്റപ്പെടുത്തണം, കണിശമായിട്ട് ഒറ്റപ്പെടുത്തുകയും തക്കതായ ശിക്ഷ കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ കൊടുത്തില്ല എന്ന പക്ഷം ലോകത്ത് തന്നെ ഡെമോക്രസി മരിച്ചു വീഴുന്ന ഒരവസ്ഥ. അത് കഴിഞ്ഞ് ലോകം പിന്നെ എങ്ങോട്ടാ പോവുക? ഏകാധിപത്യത്തിലേക്കൊക്കെ പോയാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഉദാഹരണത്തിന് ബോൾഷെവിക് റവല്യൂഷൻ എപ്പോഴാണ് വന്നത്? ബോൾഷെവിക് റവല്യൂഷൻ സാർ ചക്രവർത്തിമാരുടെ എല്ലാത്തരം എന്താ പറയുക എക്സ്പ്ലോയിറ്റേഷനും വിധേയരായി തൊഴിലാളികളും ജനങ്ങളും ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് അവിടെ ബോൾഷെവിക് റവല്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലേക്ക് ലോകം മാറാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഡെമോക്രസി രക്ഷിക്കപ്പെടണം. ഡെമോക്രസി രക്ഷിക്കപ്പെടണമെങ്കിൽ ഇങ്ങനെ രാഷ്ട്രീയ തിമിരം ബാധിച്ച് ജെയിംസ് ഓട്ടിസൺ പറഞ്ഞ 7 മാരക പാപങ്ങൾക്ക് അടിമകളായി തീരുന്ന രാഷ്ട്രീയക്കാരെ വേണ്ട എന്ന് പറയാനുള്ള തൻ്റെ ഇടം, ധൈര്യം ആര് കാണിക്കണം? ജനങ്ങൾ കാണിക്കണം. അതായത് ഏത് സമയത്തും ഒരു രാഷ്ട്രീയ നേതാവിന്റെ അടുക്കൽ എൻ്റെ മകൾക്ക് പോവുകയും അവളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യാം ധൈര്യമായിട്ട് എന്ന് ഉറപ്പുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. അതല്ലാതെ വെറുതെ വായ്ത്താരികൾ കൊണ്ട് ആർക്കും ഡെമോക്രസിയെ രക്ഷപ്പെടുത്താൻ കഴിയുകയില്ല.